വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വേൽ മാറൽ അല്ലെങ്കിൽ വേൽ വകുപ്പിൻ്റെ അർത്ഥങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യാഖ്യാനം അതിൽ 2 കഴിഞ്ഞു. ഇനി അടുത്തത്, പഴുത്ത മുതു തമിഴ് പലക ഇറുക്കും ഒരു കവി പുലവൻ ഇസൈക്കുരുകി വരൈകുകയെ ഇടിത്ത് വഴി കാണും. ഇവിടെ അരുണഗിരിനാഥ സ്വാമികൾ വേലിനെ തടസ്സങ്ങൾ അല്ലെങ്കിൽ ബന്ധനങ്ങൾ അതിനെല്ലാം പൊട്ടിച്ച് കളയുന്ന ഒരു ശക്തിയായിട്ടാണ് സ്തുതിക്കുന്നത്. ഇവിടെ ഒരു കഥയുടെ ഒരു ഉള്ളടക്കം കൂടെ ഉണ്ട്. പഴയ തമിഴ് സാഹിത്യത്തിലെ വളരെയധികം എന്താ പറയുക, നല്ല സ്ഥാനത്തുള്ള ഒരു കവിയാണ് നക്കീരൻ. നക്കീരൻ ഒരു സംഘം സാഹിത്യത്തിൽ, പഴയ തമിഴിലെ സംഘം സാഹിത്യത്തിൽ ഒരുപാട് രചനകൾ ചെയ്തിട്ടുണ്ട്. അതിൽ തിരുമുറുകാട്ടുപടി വളരെയധികം എന്താ പറയുക, മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ്. ഭഗവാന്റെ പടൈവീടുകളെ പറ്റിയിട്ടുള്ളതാണ് തിരുമുറുകാട്ടുപടി. അപ്പോൾ ഈ നക്കീരനെയും മറ്റു കുറച്ച് ഒരു ഏകദേശം 1000-അടുത്തുള്ള കുറച്ച് സാധുക്കളെയും കർക്കിമുഖി എന്നുള്ള ഒരു രാക്ഷസൻ ഒരു ഗുഹയിലിട്ട് അടച്ചു വെച്ചു. ആ ഗുഹ എന്ന് ബന്ധനസ്ഥിലാക്കി. ഇദ്ദേഹത്തിന് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് എടുത്തു വെച്ചത്. ഇവരെല്ലാവരെയും ചേർത്ത് ഗുഹയിലിട്ട് അടച്ചു വെച്ചു. ആ ഗുഹ തിരുപ്പറംകുണ്ട്രം എന്ന് പറയുന്ന ഭഗവാന്റെ ആ പടയ വീടിൻ്റെ അടുത്താണെന്നാണ് പറയുന്നത്. തിരുപ്പറംകുണ്ട്രം എന്നുള്ള ആ ഗിരിയുടെ അടുത്തുള്ളൊരു ഗുഹയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അപ്പോൾ നക്കീരൻ ഭഗവാന്റെ ഭക്തനാണ്. അപ്പോൾ നക്കീരൻ തൻ്റെ ഭഗവാനെ, വേലായുധ സ്വാമിയെ പറ്റിയിട്ട് ഒരുപാട് സ്തുതിക്കാൻ തുടങ്ങി. തിരുമുറുകാട്ടുപടി എന്നുള്ള ആ സ്തുതി അങ്ങനെ ഉണ്ടായതാണെന്ന് പറയുന്നത്. ഭഗവാനെ പറ്റിയിട്ടുള്ള സ്തുതികളിൽ ആ സ്തുതി കേട്ടപ്പോൾ ഭഗവാൻ അവിടെ വന്നു എന്നാണ്. ഭഗവാൻ ആ വേലെടുത്ത് ഒറ്റേറെറിഞ്ഞു. ആ വേലായുധം ചെന്ന് ആ മലയെല്ലാം പൊടിച്ച് കളഞ്ഞ് അവർക്ക് വഴി കാണിച്ചു, രക്ഷപ്പെടാനുള്ള മാർഗം കാണിച്ചു കൊടുത്തു എന്നാണ്. അപ്പോൾ ഇത് അരുണഗിരിനാഥ സ്വാമി പറയുന്നത് ഭഗവാൻ നക്കീരൻ്റെ ഭഗവാനെ പറ്റിയുള്ള സ്തുതികൾ അല്ലെങ്കിൽ വേലിനെ പറ്റിയിട്ടുള്ള സ്തുതികൾ കൊണ്ട് അതിലുരുകി, അതിൽ മനസ്സ് ലയിച്ചിട്ട് അവർക്ക് വഴി കാണിച്ചു കൊടുത്ത വേലേ എന്ന് പറഞ്ഞാണ് സ്തുതിക്കുന്നത്. പഴുത്ത മുതു തമിഴ് പലകെ, ഏറ്റവും പ്രാചീനമായതും മുതു ഏറ്റവും ഉയർന്നതുമായ ഏറ്റവും നല്ല സ്ഥാനത്താണ് അദ്ദേഹം. അപ്പോൾ പഴുത്ത മുതു തമിഴ് പലകൈ. ഇപ്പോൾ തമിഴ് പലക എന്ന് പറയുന്നത് കവികളുടെ ആ ഒരു ബെൽറ്റ്, ആ ഒരു കവികളുടെ ഒരു കൂട്ടം. പഴുത്ത മുതു തമിഴ് പലകൈ ഇറുക്കും ഒരു കവിപ്പുലവൻ, അതിലുള്ളതായ കവിപ്പുലവൻ. പുലവൻ എന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു കവിപ്പുലവൻ ഇസൈക്കുരുകി ആ പാട്ടുകൾ, ആ ഭഗവാനെ പറ്റിയുള്ള ഇണങ്ങളിൽ ഉരുകി, ഇസൈക്കുരുകി വരൈകുകയെ ആ വലിയ ഗുഹയെ ഇടിത്ത് വഴി കാണും. തുരന്ന് ആ ഗുഹയെ തകർത്ത് വഴി കാണിച്ച, പറഞ്ഞാൽ അവിടെ നിർത്തി, വഴി കാണിച്ച വേലേ എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. പഴുത്ത ഏറ്റവും പ്രാചീനമായിട്ടുള്ള കവികളുടെ കൂട്ടത്തിൽപ്പെടുന്ന നക്കീരൻ്റെ ആ ഭഗവാനെ പറ്റിയുള്ള സ്തുതികൾ കേട്ടിട്ടുണ്ട്. അതിലുരുകി ആ ഗുഹയെ തുരന്ന് അദ്ദേഹത്തെ രക്ഷിച്ച വേലേ. പഴുത്ത മുതു തമിഴ് പലക ഇറുക്കും ഒരു കവിപ്പുലവൻ ഇസൈക്കുരുകി വരൈകുകയെ ഇടുത്ത് വഴി കാണും. തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തൻ മലൈ വിരുദ്ധൻ എനതുളത്തിൽ ഉറൈ കരുത്തൻ മയിൽ നടത്ത് ഗുഹൻ വേലേ. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. എത്ര വലിയ ബന്ധനാണെങ്കിലും നമുക്ക് രക്ഷപ്പെടാനൊരു മാർഗ്ഗവുമില്ല. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളാകുന്ന വലിയ വലിയ ഗുഹയുടെ ഉള്ളിൽ നമ്മൾ പെട്ടുപോകും. നമ്മുടെ കർമ്മഫലങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു ഗുഹയുടെ ഉള്ളിൽ നമ്മൾ അടഞ്ഞു പോകും. അജ്ഞാനമാകുന്ന ഗുഹയുടെ ഉള്ളിൽ നമ്മൾ അടഞ്ഞു പോകും. ദാരിദ്ര്യമാകുന്ന ഗുഹയുടെ ഉള്ളിൽ നമ്മൾ അടഞ്ഞു പോകും. അപ്പോഴൊക്കെയും ഭഗവാന്റെ ആ വേലായുധം, ആ ജ്ഞാനവേല്, ആ ശക്തിവേല് നമുക്ക് വഴി കാണിക്കും എന്നുള്ളതാണ് ഇവിടെ അരുണഗിരിനാഥ സ്വാമികൾ 3ാമത്തെ ഈരടികളുകൊണ്ട് വേലിനെ സ്തുതിക്കുന്നത്. ഇനി 4ാമത്തെ ഈരടി, പസിത്തളകെ മുസിത്തഴുത് മുറൈപ്പടിതൽ ഒഴിത്തൗണർ ഉരത്തുതിര നിനൈത്തസൈകൾ പുസിക്ക അരുൾ നേരും. ഇവിടെ അരുണഗിരിനാഥ സ്വാമികൾ വേലിനെ ഒരു അന്നദാതാവായിട്ടാണ് പറയുന്നത്. ആരുടെ അന്നദാതാവാണ്? നമുക്കൊരു ആശ്ചര്യപ്പെടും. പ്രേതപിശാചുക്കൾക്ക്, വിശന്ന് കരഞ്ഞ പ്രേതപിശാചുക്കൾക്ക്, ആഹാരമില്ലാതെ മെലിഞ്ഞ് വളരെയധികം കഷ്ടപ്പെട്ട് പ്രയാസം അനുഭവിച്ച് അലറിക്കൊണ്ടിരുന്ന പ്രേതപിശാചുകൾക്ക് ഇഷ്ടം പോലെ രക്തത്തിൽ കുതിർന്ന മാംസങ്ങൾ കൊടുത്ത് വിശപ്പകറ്റിയ വേലേ എന്നാണ് സ്തുതിക്കുന്നത്. ഇവിടെ ശരിക്കും ഭഗവാന്റെ യുദ്ധ വീര്യത്തെയാണ് ശരിക്കും
നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഇവർക്കൊന്നും ആഹാരമൊന്നും കിട്ടാതെ ഇവർ വളരെയധികം വിവശരായിട്ടിരിക്കുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പ്രേതപിശാചുക്കളൊക്കെ, അതായത് ഭൂതഗണങ്ങൾ. അപ്പോൾ ആ സമയത്താണ് ഈ യുദ്ധമഹോത്സവം വരുന്നത്. ശൂരസംഹാരം എന്ന് പറയുന്ന ആ സംഭവം നടക്കുന്നതിന് മുന്നേയുള്ള വലിയ ഘോരയുദ്ധം നടക്കുന്നുണ്ട്. ഭഗവാന്റെ പടയും താരകാസുരൻ്റെ പടയും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരുപാട് അസുരന്മാരെ വധിക്കുമ്പോൾ ഉണ്ടാകുന്ന ശരീരത്തിൽ നിന്നുള്ള ചോരയും മാംസവും ഒക്കെ ഒരുപാട് ആ പടക്കളത്തിൽ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇവർക്ക് സന്തോഷമായി എന്നാണ്. അപ്പോൾ വേല് അവർക്ക് വേണ്ട ആഹാരത്തെ കൊടുത്തു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധരംഗം ഭഗവാൻ അതിഘോരമായ യുദ്ധം നടത്തിയെന്നും അതിൽ വിജയം നേടിയെന്നും ആണ്. അതുപോലെ അതിൽ ഒരൊറ്റ ആളെ പോലും അവശേഷിപ്പിച്ചിട്ടില്ല. സകല ആ ദുഷ്ടന്മാരെ ആ കുടുംബം അടക്കം ഭഗവാൻ വകവരുത്തിയെന്നും ഇവിടെ പറയുന്നു. അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ അദ്ദേഹം സ്തുതിച്ചിരിക്കുന്നത്. പസിത്തളകൈ, അളകൈ എന്ന് വെച്ചാൽ പ്രേതങ്ങൾ, വിശന്ന പസിത്തളകൈ മുസിത്തഴുത്. മുസിത്ത് എന്ന് വെച്ചാൽ ശുഷ്കിച്ച്, മെലിഞ്ഞ്, ഒന്നും കിട്ടാതെ മെലിയ. മുസിത്തഴുത്, അഴുത് വെച്ചാൽ കരയുക. അപ്പോൾ ഈ പ്രേതങ്ങൾ വിശന്ന് ശുഷ്കിച്ച് കരയാണ്. അപ്പോൾ മുഷിത്തഴുത് പസിത്തളകൈ മുസിത്തഴുത് മുറൈപ്പെടുതൽ, അവരുടെ വല്ലാതെ അവർ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അലറിക്കൊണ്ടിരിക്കുക. മുറൈപ്പെടുതൽ, ഒഴിത്ത്, അതിനെ അവിടെ നിർത്തി. ഒഴിത്ത് ഔണർ എന്ന് വെച്ചാൽ അസുരന്മാർ. ഒഴിത്ത് ഔണർ ഉരത്ത് ഉതിര, ശരീരത്തിൽ നിന്നും വമിക്കുന്ന ഉരത്തുതിര നിണൈത്തസൈകൾ, ശരീരത്തിൽ നിന്ന് വരുന്ന രക്തത്തിൽ കുതിർന്ന നിണൈത്തസൈകൾ, അതുകൊണ്ട് ശരീരത്തിൽ നിന്ന് രക്തത്തിൽ കുതിർന്ന മാംസങ്ങൾ, ഉരത്തുതിര നിണൈത്ത് അസൈകൾ പുസിക്ക അരുൾ നേരം, ഭുജിക്കുക എന്നുള്ള അർത്ഥം. പുസിക്ക, അതിനെ കൊടുത്തു, അവർക്ക് പാലൂട്ടി എന്നൊക്കെ പറയുന്ന പോലെ അത് കൊടുത്തു. പുസിക്ക അരുൾ നേരം, അത് കൊടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനുഗ്രഹം കൊടുത്ത വേലേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ഒരുമിച്ച് നമുക്ക് പറഞ്ഞു നോക്കുമ്പോൾ പസിത്തളകൈ മുസിത്തഴുത് മുറൈപ്പെടുതൽ ഒഴിത്തൗണർ ഉരത്തുതിര നിനൈത്തസൈകൾ പുസിക്ക അരുൾ നേരും തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തൻ മലൈ വിരുദ്ധൻ എനതുളത്തിൽ ഉറൈ കരുത്തൻ മയിൽ നടത്ത് ഗുഹൻ വേലേ. ഇപ്പോൾ നമ്മൾ 4 വരി ശരിക്കും പഠിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. പരുത്ത മുലൈ സിറുത്ത ഇടൈ വെളുത്ത നഗൈ കറുത്ത കുഴൽ സിവത്ത ഇതൾ മറച്ചിരുമി വിഴിക്ക് നികരാകും പനക്കൈ മുഖപടക്കരട മതദ്ധവള ഗജക്കടവുൾ പദത്തിടനികളത്ത് മുളൈ തെറിക്കവരം ആകും പഴുത്ത മുതു തമിഴ് പലകை இருக்கும் ഒരു കവിപ്പുലവൻ ഇസൈ കുരുകി വരൈകുകை ഇടിത്തു വഴി കാണും പസിത്തളകை മുസിത്തഴുത് മുറൈப்படுதல் ഒഴിത്തൗണർ ഉരത്തുതിര നിനൈത്തസൈകൾ പുസിക്ക അരുൾ നേരും തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തൻ മലൈ വിരുദ്ധൻ എനതുളത്തിൽ ഉറൈ കരുത്തൻ മയിൽ നടത്ത് ഗുഹൻ വേലേ. അടുത്ത പോസ്റ്റിൽ അടുത്ത 2 വരികളുടെ അർത്ഥമായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും വിലപ്പെട്ട നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസും ഒക്കെ കമൻറ്റുകളായിട്ട് നൽകണം. നന്ദി, നമസ്കാരം.